നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തിരുവനന്തപുരം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലവും ഇപ്പോൾ ചർച്ചയാകുന്നു. പ്രധാനമായിട്ടും ഇപ്പോൾ ശശി തരൂർ ഞാൻ വീണ്ടും മത്സരിക്കും എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നതോടുകൂടിയാണ് തിരുവനന്തപുരം മണ്ഡലം വീണ്ടും ചർച്ചയാകുന്നത്. അദ്ദേഹം ഇനി മോദി എനിക്കെതിരെ മത്സരിക്കാൻ വരട്ടെ, എനിക്കൊരു പുല്ലും സംഭവിക്കില്ല, ഞാൻ ജയിച്ചു വരും, ജയിച്ചു കയറും, ഞാൻ അവസാനമായിട്ട് ലോക്സഭയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് മത്സരിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ ശശി തരൂർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ശശി തരൂരിൻ്റെ ഈ അഭിപ്രായ പ്രകടനം കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഒരു നേതാവ് ഒന്നോ രണ്ടോ പ്രാവശ്യം ജയിച്ചു എന്ന് കരുതി അവിടുത്തെ ജനങ്ങളെ മുഴുവനും ഞാൻ എൻ്റെ കസ്റ്റഡിയിലാണ്, അവരുടെ വോട്ടുകൾ മുഴുവനും എനിക്ക് കിട്ടും, എന്നെ ആരും തോൽപ്പിക്കാൻ വരണ്ട എന്നൊക്കെ തോന്നി തുടങ്ങുന്നത് ജനാധിപത്യ രീതിയിൽ ഒരു ശരിയായ സ്വഭാവ വിശേഷമല്ല എന്നു തന്നെയാണ് പൊതുവിൽ വരുന്ന പ്രതികരണം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ എന്ന നേതാവ് ഒരു MP എന്ന നിലയിൽ എന്തൊക്കെ നേട്ടങ്ങളാണ്, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിന് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന ഒരു പരിശോധന നടത്തി കഴിഞ്ഞാൽ അത് വളരെ വളരെ തുച്ഛമായ പ്രവർത്തനങ്ങളും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക എന്നു തന്നെയാണ് പൊതുവിൽ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യുന്നതും വിലയിരുത്തപ്പെടുന്നതും. തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിൽ ഉള്ള ഓഫീസ് പോലും പ്രവർത്തിക്കാതായിട്ട് കാലങ്ങളായി. അങ്ങനെയുള്ള ഒരു MP, ഒരുപക്ഷെ അദ്ദേഹം വ്യക്തിപരമായി ആള് കേമൻ തന്നെ ആയിരിക്കാം, UN പ്രവർത്തിക്കുകയും അത്തരത്തിൽ ഒരു വിശ്വപൗരൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ ഒരു വ്യക്തി തന്നെയായിരിക്കാം. അദ്ദേഹത്തിൻ്റെ എഴുത്തും പ്രഭാഷണങ്ങളും ഒക്കെ കേമത്തരം പിടിച്ചത് തന്നെയായിരിക്കാം. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും ഒരുപക്ഷെ ഉയർന്നു തന്നെയായിരിക്കാം. ഇത്തരം മേന്മകളെ വിലയിരുത്തിക്കൊണ്ടാണ്, ഇത്തരം മേന്മകളെ അംഗീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തുകാർ കഴിഞ്ഞ 2-3 തവണയായി ഇദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടത്. പക്ഷേ ഈ മേന്മകൾ കൊണ്ടൊന്നും തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിന്, പാർലമെന്റ് മണ്ഡലത്തിന് അത്ര വലിയ പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്നത് ഇപ്പോൾ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇദ്ദേഹത്തിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്ന്. അദ്ദേഹം MP ആക്കി കയറുമ്പോഴൊക്കെ തിരുവനന്തപുരം പട്ടണത്തെ വലിയ മാതൃകാ പട്ടണമാക്കി മാറ്റുമെന്നും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ശശി തരൂരിന് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സ്വയം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധാരണ പൊളിറ്റീഷ്യന്റെ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് കാണേണ്ടത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ചതും അവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ടതും അതിനുശേഷം ഓരോ പ്രദേശത്തും അദ്ദേഹം യാത്ര നടത്തിയതും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ അപകടപ്പെടുത്തുന്ന തരത്തിൽ വെട്ടിലാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ സ്വന്തം ചലനങ്ങളും സ്വന്തം യാത്രകളും നടത്തിയതും ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ശശി തരൂർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ഒരു സ്വകാര്യ സന്തോഷം മാത്രം നിലനിർത്താൻ, സ്വന്തം താല്പര്യം മാത്രം നിലനിർത്താൻ നിൽക്കുന്ന ഒരു സാധാരണ പൊളിറ്റീഷ്യന്റെ സ്വഭാവത്തിലേക്ക് പോകുന്നു എന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ശശി തരൂർ എന്ന വ്യക്തിയെ അധിക്ഷേപിക്കാനോ എന്നും അല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഞാൻ മോദി വന്നാലും എനിക്കൊരു ചുക്കം സംഭവിക്കില്ല, ഞാൻ ജയിച്ചു കയറും എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ നമ്മൾ ശശി തരൂരിനെ വിലയിരുത്തിയിരിക്കുന്നത് പോലുള്ള ശശി തരൂർ അത്തരത്തിലുള്ള ഒരു ശശി തരൂരാണെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രയോഗം നടത്താൻ, ഒരു വിശേഷണം നടത്താൻ, സ്വയം വിശേഷിപ്പിക്കാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും BJP വളരെ ശക്തമായിട്ട്
നോട്ടമിട്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി വരുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആ നാട്ടിൽ തന്നെയുള്ള കൃഷ്ണകുമാർ ഇപ്പോഴും BJPയുടെ ചിന്തകളിൽ ഉയർന്നു നിൽക്കുന്നു. അങ്ങനെ കൃഷ്ണകുമാറും ശശി തരൂരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത്ര നല്ല മത്സരമായിരിക്കുമോ എന്ന സംശയം പലർക്കുമുണ്ട്. പക്ഷേ ഇത് പൊളിറ്റിക്സ് ആണ് എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്.